ഹായ് ഓൾ. അപ്പോൾ ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. അതിൽ ആദ്യത്തേതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അവ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തന നിയമങ്ങൾ 2 മാർക്കിൻ്റെ ചോദ്യമാണ്, എന്തായാലും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണ ആന്തര പ്രതിപതനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടാവണം, കാരണം അതാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തതാണ് ഇമേജ് ഫോർമേഷൻ. ഓക്കെ, അതായത് കോൺവെക്സ് ലെൻസ് മൂലം ഉണ്ടാകുന്ന ഇമേജിൻ്റെ ഫോർമേഷൻ എന്തായാലും നോക്കിയിട്ടുണ്ടാവണം, വരച്ച് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അടുത്താണ് ലെൻസ്. ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലെൻസിൻ്റെ പ്രോബ്ലംസും ചോദിക്കും, മാഗ്നിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ള ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടാവണം, ലെൻസിൻ്റെ പ്രോബ്ലംസും പഠിച്ചിട്ടുണ്ടാവണം. അത് മാഗ്നിഫിക്കേഷനും കൂടെ ഇൻവോൾവഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം അതായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്. ദെൻ അതേപോലെ തന്നെ പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ പവർ, അതായത് പവർ പോസിറ്റീവ് ആയാലും എന്നാണ്, നെഗറ്റീവ് ആയാലും എങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ പവറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് P=1/F എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും എന്തായാലും നോക്കിയിട്ടുണ്ടാവണം. സോ ഇത്രയും കാര്യങ്ങളാണ് 5ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ പോകൂ.